ലൈവ് ന്യൂസ് പുതുക്കാട്. കാവ് അമ്പലത്തിൻ്റെ കുംഭഭരണി മഹോത്സവമാണ്, വേറെ മഹോത്സവമാണ്. ഇപ്പോൾ നാളെ 15-ാം തീയതി 14, 15, 16 തീയതികളിൽ 3 ദിവസം നടക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 15-ാം തീയതിയാണ് കുംഭഭരണി, അതുപോലെ തന്നെ ഭരണിയുടെ തൊട്ട് കഴിഞ്ഞ അടുത്ത ദിവസം കാർത്തിക നാളിലെ വേലക്കളി, അങ്ങനെ 2 ദിവസത്തെ പരിപാടിയായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. ഇക്കൊല്ലം 3 ദിവസമാക്കി കുംഭഭരണി വേലമഹോത്സവം ആഘോഷിക്കാനാണ് സമിതി, അതുപോലെ തന്നെ ഭരണിയുടെ എടുത്തിട്ടുള്ള കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിച്ചത്. ആ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ തീരുമാനപ്രകാരം അംഗീകരിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഓഫീസർ, ദേവസ്വത്തിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും ചർച്ച ചെയ്ത് അവരും കൂടി തീരുമാനപ്രകാരമാണ് നമ്മൾ ഉത്സവം ആഘോഷിക്കുന്നത്. അപ്പം അതിൽ 14-ാം തീയതി വൈകിട്ട് കുട്ടികളുടെ, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ, ഡാൻസ്, അതുപോലെ തന്നെ തിരുവാതിരക്കളി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടി വൈകിട്ട് 7 മണിക്ക് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്കെ നമ്മൾ ആരംഭിക്കും. സ്റ്റേജിലല്ല, സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ സ്റ്റേജിന് പുറത്ത് പടിഞ്ഞാറ് നടക്കെ ആലിൻ്റെ ഭാഗത്ത് നമ്മൾ നടത്താനാണ് സമിതി, അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചില അസൗകര്യക്കുറവൊക്കെ അമ്പലത്തിലുണ്ട്. നിലവിൽ പാർക്കിങ്ങിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, ബ്ലോക്കും പ്രശ്നം കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പുതുക്കാട് ഫെറോന പള്ളി വികാരിയുമായി സംസാരിച്ച് അവരുടെ സാന്നിധ്യത്തിൽ അവർ പാർക്കിംഗ് സൗകര്യം സെൻറ് ജോസഫ് ഗ്രൗണ്ടിൽ ഒരുക്കി തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമില്ല. പാർക്കിംഗ് നമുക്ക് വരുന്ന വണ്ടികൾക്കൊക്കെ പാർക്കിങ്ങിന് വലിയ സൗകര്യം സെൻറ് ജോസഫ് ഗ്രൗണ്ടിൽ കിട്ടും. അപ്പോൾ അതൊന്നും വണ്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനോ മറ്റു കാര്യങ്ങളോ തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പൂരത്തിനെ കുറിച്ച്, പൂരം നമ്മൾ ദേശപൂരങ്ങളൊന്നും മറ്റ് അമ്പലങ്ങളിലെ പോലെ നമ്മൾ 2 നേരം അമ്പലത്തിൽ അണിനിരക്കുന്നൊരു സംവിധാനം ഇല്ല. ഒരു നേരം മാത്രമേ, വെളുപ്പിനുള്ള കൂട്ടിയിരുന്നൊള്ളിപ്പ് മാത്രമേ ദേശപൂരങ്ങൾ വരുന്നുള്ളൂ. അതുപോലെ വേലക്കളികൾ മറ്റമ്പലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലക്കളികൾ വന്ന് കളി കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് പോകുന്ന ഒരിതാണ്. പക്ഷെ കുറുമാലിക്കാവിൽ നേരെ തിരിച്ചാണ്. കുറുമാലിക്കാവിൽ എന്ന് പറഞ്ഞാൽ വേലക്കളിക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ട് നടക്കുന്നതൊക്കെ തലേ ദിവസം വന്നാൽ തന്നെ പിറ്റേ ദിവസം അവർ ഏകദേശം നമ്മൾ കമ്മിറ്റി കൊടുക്കുന്ന സമയം 12 മണിയാണ്. അപ്പൊ അതിന് കുറച്ച് സമയമൊക്കെ അവർ കൂടുതൽ എടുക്കാറുണ്ട്. ആ സമയത്താണ് വേലക്കളികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരലും. വേലക്കളിക്ക് പ്രസിദ്ധമായിട്ടൊരു ദിവസം കാർത്തിക നാള് 15 ഭരണിയാഴ്ച 16-ാം തീയതിയാണ് അതിന്റെ ഏറ്റവും വലിയ ആഘോഷം കുറുമാലിക്കാവിൽ നടക്കുന്നത്. മറ്റു കാര്യങ്ങൾക്ക് പറയാ വെച്ചാൽ നമ്മൾ സമിതി ചെയ്യുന്ന ഉപദേശ സമിതി, അതുപോലെ തന്നെ ഭരണി ആഘോഷ കമ്മിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു ഏകദേശം ഒരു 90% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നാളെ ഏകദേശം ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോഴൂടി നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി തന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് ഭരണി നാളും 1-ാം തീയതിയാണ്. നമ്മുടെ ഭരണി നാൾ വരുന്ന ദേവിയുടെ നാൾക്ക് അവിടെ പ്രസാദൂട്ടുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി ഒരു കാലത്തെ പ്രഭാത ഭക്ഷണം തന്നെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട്. അപ്പൊ 1-ാം തീയതി ആ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ നാളെ 1-ാം തീയതി അവിടെ നവീകരിച്ചിട്ടുള്ള ഒരു ഓഫീസ്, ദേവസ്വം ബോർഡിന്റെ ഓഫീസറുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച് നവീകരിച്ചൊരു ഓഫീസുണ്ട്. ആ ഓഫീസ് നാളെ കാലത്ത് 9 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാവുന്നൊരു സ്ഥിതി നാളെയുണ്ട്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും നാളെ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്നാണ് സമിതിക്കും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിക്കും അറിയിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മൾ പറയുന്നത് 16 ദേശത്തെ നമുക്ക് നിലവിലുള്ള പൂരമുണ്ട്. അതുപോലെ 21 സെറ്റ് വേലക്കളി നമ്മുടെ അമ്പലത്തിൽ വരുന്നുണ്ട്. എല്ലാം പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഹെൽത്ത് എല്ലാവരും മീറ്റിംഗ് തന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് നടത്തി. അപ്പൊ പോലീസിന്റെ സാന്നിധ്യം, പോലീസ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് വളരെ നല്ല രീതിയിൽ പൂരം കൊണ്ടുവരാനായിട്ട് പോലീസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ദേശക്കാരും അതുപോലെ തന്നെ വേലക്കളിക്കാരും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല നിലയ്ക്ക് പൂരം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുന്ന പോലീസ് SHO നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായി നടന്നു. ഇത്രയും കാര്യങ്ങളായി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. 18 കാവില് അതിപ്രശസ്തമായ കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേലമഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി വ്യാഴാഴ്ച അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വന്ന് ഇത് കാണുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഈ തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുറുമാലിക്കാവിൽ അമ്മയ്ക്ക് സ്വന്തമായൊരു കോലം കിട്ടിയ ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ആ ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ആ കോലത്തിലാണ് ഭഗവതി എഴുന്നള്ളുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ കമ്മിറ്റി ഭക്തജനങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും
കുറുമാലിക്കാവ് ക്ഷേത്ര ഉപദേശ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കുംഭഭരണി ആഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഒരുവിധം 90% ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, നമുക്ക് പാർക്കിങ്ങിന് വളരെ അസൗകര്യക്കുറവുണ്ടായതുകൊണ്ട് നമ്മളത് പുതുക്കാട് പള്ളിയിലെ വികാരിയുമായി സംസാരിച്ച് അവർ നമുക്ക് അതിനുള്ള സൗകര്യം സെൻറ് ജോസഫിനോട് ചെയ്തു തന്നു. അത് ഒരു നല്ലൊരു തുടക്കമാണ്. കാരണം അതൊരു മതേതരത്വത്തിന് വിളിച്ചു വന്ന ഒരു നല്ലൊരു സംരംഭമായി. അത് നല്ലൊരു അവിടെ നിന്ന് കിട്ടിയ ഒരു അനുകൂല പ്രതികരണം വളരെയധികം നമുക്ക് പ്രചോദനം തരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം, വളരെ ശുഭസൂചകമാണ് അതൊക്കെ. അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം നമുക്ക് സഹായിച്ചിരുന്ന സമയത്ത് തന്നെ അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അതേപോലെ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം ഒരു കാലത്ത് വൈകിട്ടും കൂടി ഒരു 12,000 പേർക്ക് അന്നദാനം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാലത്ത് പ്രഭാത ഭക്ഷണമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആനയ്ക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആനേനെയൊക്കെ വേണ്ട, അതായത് നാട്ടാന പരിചരണം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിന് നല്ല രീതിയിൽ അത് ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. അതിന് സമിതിയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ സഹായവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓഫീസറുണ്ട്, ദേവസ്വം ഓഫീസർ, അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷം നടക്കും. അതിന് എല്ലാ ഭക്തജനങ്ങളും വന്ന് അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഈ സംരംഭം, ഈ കുംഭഭരണി മഹോത്സവം ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ലൈവ് ന്യൂസ് പുതുക്കാട്.